ആദ്യമായി ഈശോയ്ക്കും കൃപാസനം മാതാവിനും ഞാൻ നന്ദി പറയുന്നു. കൂടാതെ ഞങ്ങളിവിടെ വരാൻ ലേറ്റ് ആയതിൽ ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു. എൻ്റെ പേര് അനു. എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി ചെയ്യുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് മനോജ്. ഇത് ഞങ്ങളുടെ കുട്ടികൾ. ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ച ഒരു വലിയ ദൈവാനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞങ്ങളുടെ രണ്ടാമത്തെ കുട്ടി. അവളെ ദൈവം ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയാനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. എൻ്റെ മൂത്ത മോള് ജനിച്ച് 5 വർഷമായിട്ടും രണ്ടാമതൊരു കുട്ടി ഞങ്ങൾക്ക് ജനിച്ചില്ല. ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരുന്നു, ഒരുപാട് ട്രീറ്റ്മെൻറ്റ് എടുത്തു. പക്ഷേ ടെസ്റ്റൊക്കെ ചെയ്ത് റിസൾട്ടൊക്കെ നോർമലായിരുന്നു. പക്ഷേ കുഞ്ഞ് ഞങ്ങൾക്ക് ജനിച്ചില്ല. ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെയാണ് എൻ്റെ അമ്മ ഞങ്ങളോട് പറയുന്നത്, എന്നെ നീ കൃപാസനത്തിലൊന്ന് കൊണ്ടുപോയാൽ മതി, മാതാവ് എടുത്ത് നോക്കിക്കോളും, വേറെ ഒന്നും നീ ആലോചിക്കേണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ മാതാവിനോട് ഡെയിലി വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, അതുപോലെ ഇനി കൃപാസനം വരെ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, നീ കൃപാസനത്തിലൊന്ന് കൊണ്ടുപോയി നോക്ക്, അത്രയും എനിക്ക് ഒരു എഫേർട്ട് എടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അമ്മയുടെ നിർബന്ധപ്രകാരം ഇവിടെ വന്നു. കൃപാസനത്തിൽ ഉടമ്പടി എടുത്തു. 2023 ഒക്ടോബർ 2 ആയിരുന്നു ഉടമ്പടി എടുത്തത്. അമ്മയുടെ ഒപ്പം ഞാനും ഉടമ്പടി എടുത്തു. ഞങ്ങൾ പ്രാർത്ഥനകളെല്ലാം കറക്റ്റായി ചൊല്ലാൻ ശ്രമിച്ചിരുന്നു. കൃപാസനത്തിൽ ഇവിടുന്ന് ഉടമ്പടി പ്രകാരമുള്ള കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ ശ്രമിച്ചു. പത്രം കൊടുത്തു. കൂടുതലായിട്ട് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ സ്വഭാവത്തിൽ മാറ്റം കൊണ്ടുവരാൻ ശ്രമിച്ചു. എനിക്ക് നല്ല ദേഷ്യമായിരുന്നു, അതൊക്കെ ഒന്ന് കുറയ്ക്കാൻ ശ്രമിച്ചു. കൂടാതെ ഇവിടുന്ന് അരമണിക്കൂർ പത്രം വായിക്കണമെന്ന് ബൈബിൾ വായിക്കണമെന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു ഡെയിലി. അതിന് പ്രകാരം ഡെയിലി അരമണിക്കൂർ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അങ്ങനെയുള്ള ബൈബിൾ വായനയ്ക്കിടയിലാണ് എനിക്കൊരു വചനം കിട്ടി. യെശയ്യാ 66:12. ഐശ്വര്യം നദി പോലെ അവളിൽ ഞാൻ ഒഴുക്കും, ജനതകളുടെ ധനം കവിഞ്ഞൊഴുകുന്ന അരുവി പോലെയും. അവൾ നിന്നെ പാലൂട്ടുകയും മടിയിലിരുത്തി ലാളിക്കുകയും എളിയിലെടുത്തുകൊണ്ട് നടക്കുകയും ചെയ്യും. ഈ വചനം ദൈവം എന്നോട് പറയുന്നതായി, എനിക്ക് വേണ്ടി തന്നെ ദൈവം സൃഷ്ടിച്ച് എന്നോട് നേരിട്ട് വന്ന് പറയുന്നതായിട്ട് ഞാൻ വിശ്വസിച്ചു. കൂടുതൽ സമയവും ഞാൻ ഈ വചനം തന്നെ ഉരുവിട്ടുകൊണ്ടിരുന്നു. അങ്ങനെ 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കൺസീവ് ആണെന്നുള്ള സന്തോഷ വാർത്ത, ഒരു ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടില്ല, ഒരു മരുന്നും ചെയ്തിട്ടില്ല, ഞാൻ കൺസീവ് ആയെന്ന സന്തോഷ വാർത്ത ഞങ്ങളെ തേടിയെത്തി. മൂത്ത കുട്ടി ജനിച്ചപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ മോള് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് ദൈവം തന്നു. ഇപ്പോൾ സന്തോഷമായിട്ടിരിക്കുന്നു. എൻ്റെ ഒപ്പം എൻ്റെ അമ്മയുടെ ഉടമ്പടി എടുത്തിരുന്നു. അമ്മയുടെ ഉടമ്പടി നിയോഗങ്ങളെല്ലാം തന്നെ സാധിച്ചു കിട്ടി. ഞങ്ങൾക്ക് ജപിച്ച മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഇടപെടാറുണ്ട്, എല്ലാ പ്രശ്നത്തിനും പരിഹാരം തരാറുണ്ട്. പക്ഷേ ഒരു ജീവിതത്തോളം വലിയൊരു അത്ഭുതം ഞങ്ങൾക്ക് മാതാവ് തന്നു. കൃപാസന മാതാവിൻ്റെ ഈ അത്ഭുത പ്രവൃത്തി ഞങ്ങൾക്ക് തന്നതിന് ഈശോയ്ക്കും കൃപാസന മാതാവിനും ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു.